പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഒരു പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് പങ്കെടുക്കുന്നത്. ശ്രീ വർഗീസ് മുണ്ടക്കൽ അഡ്വക്കേറ്റ്. അദ്ദേഹം സുപ്രീം കോടതിയിൽ വരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ അദ്ദേഹത്തിൻ്റെ നീതി തേടിയുള്ള യാത്രയിൽ അദ്ദേഹത്തിന് പറയുവാനുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പ്രേക്ഷകർക്ക് മുൻപാകെ അദ്ദേഹം ഇന്ന് അവതരിപ്പിക്കും. അപ്പോൾ സാർ, ഈ ഷോയിലേക്ക് സാറിന് സ്വാഗതം. താങ്ക് യു. സാറ് നീതിക്ക് വേണ്ടി, ഒരു അഡ്വക്കേറ്റ് ആണെങ്കിലും നീതിക്ക് വേണ്ടി സാറ് ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടരുകയും ചെയ്യും. അപ്പോ സാറിന്റെ ഈ അഡ്വക്കേറ്റ് ജീവിതത്തിനിടയിൽ സാറ് നല്ല അനുഭവങ്ങളും മോശമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോ ഈ അഡ്വക്കേറ്റ് എന്നുള്ള ആ ഒരു രംഗത്തേക്ക് വരുവാനുള്ള പ്രയോജനം എന്തായിരുന്നു സാറിന് ലഭിച്ചത്? പ്രയോജനം പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ തന്നെ നിർമ്മല കോളേജിലാണ് ഞാൻ BA ഡിഗ്രി എടുത്തത്. അത് പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ തന്നെ നിയമത്തെ എനിക്ക് അഗാധമായ ജ്ഞാനം തേടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ലോ കോളേജിൽ ചേർന്നത്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത കാലത്ത് BA BL ആയിരുന്നു. അത് ഇൻ്റർവ്യൂവിന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റാത്തതുകൊണ്ട് പ്രിൻസിപ്പലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അടുത്ത ഇത് LLB ആണെന്ന് പറയുന്നത്, ആ LLBക്ക് ചേർന്നോളാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ വർഷത്തെ LLBക്ക് ഞാൻ ആദ്യത്തെ കൊല്ലമാണത്. LLBയുടെ ആരംഭം മുതലുള്ള കൊല്ലമാണത്. ആ കാലഘട്ടത്തിൽ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അഡ്മിഷൻ കിട്ടി. അങ്ങനെ 3 കൊല്ലക്കാലം അവിടെ പഠിച്ചു. പഠിച്ചതിന് ശേഷം ഞാൻ പ്രാക്ടീസ് ആരംഭിച്ചു. TV പ്രഭാകരൻ എന്നുള്ള പ്രസിദ്ധ ക്രിമിനൽ ലോയർ ക്ലബിലാണ് ഞാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ് ഞാൻ ആരംഭത്തിൽ കയറുന്നത്. അപ്പോൾ എനിക്ക് ക്രിമിനൽ ലോയിലും സിവിൽ ലോയിലും ഒരേ രീതിയിൽ പ്രാവീണ്യം ഉണ്ടാകണം എന്നുള്ള കാരണത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു, കേസ് നടത്തിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ MBA തുടങ്ങി. MBA പാർട്ട് ടൈം കോഴ്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, അന്ന് കേരള യൂണിവേഴ്സിറ്റി സെൻറ്റർ ആയിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ ഞാൻ പാർട്ട് ടൈമായിട്ട് വക്കീൽ പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈവനിങ് കോഴ്സിന് ഞാൻ ചേർന്ന് അതും എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് LLM എടുക്കാനായിട്ട് വിദേശത്തേക്ക് പോയി. വിദേശത്ത് പോയി ടൊറൻഡോയിൽ 1 കൊല്ലം പഠിച്ചു. അതിനുശേഷം ഞാൻ അമേരിക്കൻ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. അതിനുശേഷം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ തിരികെ സ്വിറ്റ്സർലൻഡിലേക്ക് വന്നു. സ്വിറ്റ്സർലൻഡാണ് ആദ്യത്തെ രാജ്യം ഞാൻ വിസിറ്റ് ചെയ്തു. സ്വിറ്റ്സർലൻഡിലേക്ക് വന്നു. പിന്നെ സ്വിറ്റ്സർലൻഡിലും കേസുകൾ നടത്തിക്കൊണ്ടിരുന്നു. അവിടെയും ഞാൻ വിജയം കണ്ടുകൊണ്ടിരുന്നു. കേസ് നടത്തിയ കേസുകളെല്ലാം ഞാൻ വിജയിച്ചിട്ടുണ്ട്. ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അത് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പിന്നെ ഞാൻ യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നതിന് ശേഷം, യോർക്ക് യൂണിവേഴ്സിറ്റി ചേർന്നില്ല, എനിക്ക് LLD കൺഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കോൺവെക്കേഷൻ ഇറ്റലിയിൽ ആയിരുന്നു. കോൺവെക്കേഷൻ അവിടെ ഒരു ഇറ്റാലിയൻ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു അതിൻ്റെ കൺവെൻഷൻ. അപ്പോൾ ആ കൺവെൻഷനിൽ ഞാൻ അപ്പിയർ ചെയ്തു. അപ്പോൾ എൻ്റെ 3 മക്കളും ആ സമയത്ത് 2 പേര് LDക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ ലോയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 3 പേരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്തു. ഇതിലേക്ക് രംഗത്തേക്ക് ഇൻവൈറ്റ് ചെയ്ത് അവരും കണ്ടു. എൻ്റെ അപ്പോൾ ചീഫ് ഗസ്റ്റായിട്ടാണ് ഞാൻ അവിടെ അപ്പിയർ ചെയ്യുന്നത്. ചീഫ് ഗസ്റ്റായിട്ട് എന്നോടൊരു പ്രസംഗം ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ആ പ്രസംഗവും നടത്തി കഴിഞ്ഞിട്ട് എല്ലാവരും കൈ
അതിനുശേഷം ഞാൻ തിരിച്ച് വീണ്ടും നിയമ പോരാട്ടത്തിൽ കൂടിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലും നിയമ പോരാട്ടമുണ്ട്, സ്വിറ്റ്സർലൻഡിലും ഇന്റർനാഷണൽ കോടതികളിലൊക്കെ ഞാൻ പോയി പരിചയമുള്ള ആളാണ്. അവിടെയൊക്കെ നിയമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്തിട ഞാൻ എൻ്റെ ഫാക്ടറി സംബന്ധമായ ഒരു കേസിൽ ഞാൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു. അത് തള്ളിയിരിക്കുകയാണ്. എൻ്റെ വാദം കേൾക്കാതെ കൊണ്ട് എക്സ്പാർട്ട് ചെയ്യേണ്ടവരോട് പുറപ്പെടുവിച്ചു. ഞങ്ങൾ തള്ളിയിരിക്കുന്നുണ്ട്. അപ്പൊ അതിനി ഞാൻ പാരീസിൽ കൊടുക്കണം. അത് ശരി. പാരീസിൽ പോകണം. അത് ശരി. കേസ് ഫയൽ ചെയ്യാനായിട്ട്, അപ്പീൽ കേസ് ഫയൽ ചെയ്യാൻ. അപ്പൊ സാറ് ഈ കീഴ്ക്കോടതി മുതല് ഹൈക്കോടതി, സുപ്രീം കോടതി, അത് മാത്രമല്ല പിന്നെ വിദേശത്തും ഞാൻ പോകുന്നുണ്ട്. കോടതികളിൽ സാർ കേസ് നടത്തുന്നുണ്ട്. ആവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാ കോടതികളിലും പോകത്തക്ക രീതിയിലുള്ള നിയമത്തിൽ കരുത്തുണ്ട് എനിക്ക്. അപ്പൊ നിയമം ശരിയായ രീതിയിൽ അത് എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ളത് സാറിന് അറിയാം. അപ്പൊ ഇത് പിന്നെ നിയമം ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഒരു ആവേശമാണ് കേസ് നടത്താനായിട്ട്. നിയമം അറിയാമെങ്കിൽ കേസ് നടത്താൻ ആവേശം ഉണ്ടാവും. അത് ജയിക്കണം എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചുകൊണ്ടാണ് ഈ പോകുന്നത് കേസുകൾ. ഇങ്ങനെ കേസ് നടത്തുമ്പോൾ സാറേ, ഇപ്പൊ സാറിന് നിയമം അറിയാം. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സാർ കേസ് നടത്തുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ സാറിന് നീതി ലഭിക്കേണ്ട സ്ഥാനത്ത് നീതി ലഭിക്കാതെ വന്നാൽ അത് എത്രമാത്രം അത് സാറിനെ ഏത് തരത്തിൽ അതിനെ കാണാൻ പറ്റും? അതിന് അങ്ങനെ നിരാശപ്പെടുന്നില്ല ഞാൻ. ഒരിക്കലും നിരാശയില്ല എനിക്ക് ജീവിതത്തിൽ. എല്ലാം നന്നായി ചെയ്യണം, നന്നായിട്ട് പോകണം. ഏതെങ്കിലും ഒരു ജഡ്ജിമെന്റ് എനിക്ക് എതിരായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ജഡ്ജിമെന്റിനെ മറികടക്കാനുള്ളതും കൂടി ഞാൻ കരുതിക്കൊണ്ടാണ് പോകുന്നത്. ഉടനെ തന്നെ അപ്പീൽ കൊടുക്കും. ഹൈക്കോടതിയിലായാലും ശരി, സുപ്രീം കോടതിയിലായാലും ശരി, എവിടെയാണെങ്കിലും അപ്പീൽ കൊടുക്കാം. അപ്പീലിൽ ഞാൻ വിജയിക്കുന്നുള്ള എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. ആ ഒരു ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ നിയമത്തിന്റെ ബലത്തിലും അറിയാവുന്ന നിയമങ്ങളെല്ലാം ഞാൻ പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഇനി എനിക്ക് പ്രത്യേകം പഠിക്കാനില്ല. ജർമ്മനിലാണെങ്കിൽ ജർമ്മനിലെ ഭാഷ എനിക്കറിയാം. ജർമ്മൻ ഭാഷയിൽ ഞാൻ കൈകാര്യം ചെയ്യും. അവിടുത്തെ കോടതിയിൽ ജർമ്മൻ ഭാഷയിൽ എനിക്ക് പറയാനറിയാം. ജർമ്മൻ അറിയാവുന്നതുകൊണ്ട് ഏത് കോടതിയിലും പോയി എനിക്ക് ധൈര്യമായിട്ട് പറയാം. സ്വിറ്റ്സർലൻഡ് കോടതിയിൽ 3-4 കേസ് നടത്തിയിട്ട് എനിക്ക് എല്ലാത്തിനും ഞാൻ വിജയമാണ്. അവിടുത്തെ വക്കീലന്മാർ ഇവിടെ വന്ന് അപ്പീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ മകളുടെ കല്യാണത്തിന് അവിടുത്തെ വക്കീലന്മാർ ഇവിടെ വന്നിരുന്നു കല്യാണം കൂടാൻ. അവിടുത്തെ വക്കീലന്മാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നിയമത്തിന്റെ വേദി വരുമ്പോൾ എൻ്റെ എനർജി തന്നെ വരും. ശരി. അപ്പോഴാണ് ഈ സാറിന്റെ യഥാർത്ഥ അഡ്വക്കേറ്റ് സാറിന്റെ ഉള്ളിലുള്ള നിയമബോധം നമ്മൾ സ്ഥാപിച്ചെടുക്കണം. അതിന് പരാജയം വരാൻ പാടില്ല. ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ, സാർ ഇപ്പൊ ഇത്രയും എക്സ്പീരിയൻസും സീനിയർ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ്. സാറിനൊരു ജഡ്ജി ആകണമെന്നുള്ള എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. സാറിന്റെ കീഴിൽ എത്ര ശിഷ്യൻ ഗണങ്ങളുണ്ട്? 5-6 പേരുണ്ട്. 5-6 പേരുണ്ട്. വിദേശത്തുണ്ടോ? വിദേശത്ത് ഇല്ല. വിദേശത്തില്ല. നമുക്ക് കേരളത്തിലുണ്ട്. ഉണ്ട്. സാറിനെ ഈ അഡ്വക്കേറ്റ് ആകണമെന്ന് സാറിന്റെ മാതാപിതാക്കൾ ഇങ്ങനെ ഒരു നിയമജ്ഞനാകണമെന്നുള്ളത് മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നു? ഒരിക്കലും ആഗ്രഹിച്ചില്ല. സാറിന്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ ഏതൊക്കെ ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ സാറിനുണ്ടാവുമല്ലോ, അവരിൽ ഏറ്റവും ഓർമ്മയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു നല്ല സുഹൃത്തുണ്ടോ സാറിന്? ഉണ്ട്. പല സുഹൃത്തുക്കളുണ്ട്. ഈ സാർ പഠിച്ച ഏത് കോളേജിൽ ഏത് സ്കൂളിലൊക്കെ ആയിരുന്നു? ഞാൻ പഠിച്ചത് SLCക്ക് പഠിച്ചത് കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ. അതിനുശേഷം കോളേജ് നിർമ്മല കോളേജാണ്. നിർമ്മല മൂവാറ്റുപുഴ കോളേജ്. അതിനുശേഷം പിന്നെ ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളം. ഗവൺമെന്റ് ലോ കോളേജ് പറയേണ്ട ലോ കോളേജ് എറണാകുളം. സാറിന്റെ കേസ് നടത്തിപ്പിനിടയിൽ ഏറ്റവും കൂടുതൽ എപ്പോഴെങ്കിലും സന്തോഷിച്ചൊരു അനുഭവം ഉണ്ടാവുമല്ലോ സാറിന്? കേസ് ജയിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും. കേസ് ജയിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും.
അപ്പൊ സന്തോഷവും ആവേശവും ഉണ്ടാവും. കാരണം നമ്മൾ ഒരുപാട് ജോലി ചെയ്തിട്ടാണല്ലോ ഈ പോകുന്നത്. കേസ് പഠിച്ചതിന് ശേഷമാണ് അവസാനം നമുക്ക് വിജയം വരുന്നത്. കേസ് മുഴുവൻ അല്ലെങ്കിൽ അങ്ങനെ രാപ്പകലില്ലാതെ വായിക്കും നമ്മൾ. കേസ് എവിടെ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് ജയിക്കാൻ വേണ്ടിയിട്ട് ഏത് സൈറ്റേഷൻസ് ആണ് വേണ്ടത്, ഏതൊക്കെയാണ് അതിന്റെ ആവശ്യം വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷമാണ് നമ്മളൊരു പ്രിലിമിനറി സ്റ്റഡി ചെയ്യും. ആദ്യം തന്നെ ജയിക്കാനായിട്ടുള്ള മാർഗങ്ങൾ എന്താക്കിയാണ്, അങ്ങനെയാണ് കേസ് ജയിക്കുന്നത്. പഠിക്കാതെ കൊണ്ടൊന്നും നടക്കത്തില്ല. ഇപ്പൊ ഈ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസുകള് അതില് എന്താണ്, ഏത് തരത്തിലുള്ള തീരുമാനത്തില് കേസിന്റെ പൊസിഷൻ ഇപ്പൊ എങ്ങനെയാണ്? അത് എനിക്ക് കേസ് ഫയൽ ചെയ്യാൻ പോകുന്നുള്ളൂ. പുതിയ കേസ് നിലവില് വേറെ കേസുകളുണ്ട്. പക്ഷേ ഒക്കെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഏത് നിയമം എവിടെ വേണമെങ്കിലും എനിക്ക് അപ്പീൽ ചെയ്യാം. അതിനുള്ള എല്ലാ ലൈസൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അതിനകത്ത് പ്രത്യേക ഒന്നുമില്ല. ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന വക്കീൽ സുപ്രീം കോടതി പോകാൻ പാടില്ല എന്നില്ലല്ലോ. ആവശ്യം വന്നു കഴിഞ്ഞാൽ എവിടെയും പോവാം, ഏത് കോടതിയിലും പോവാം, ഇന്റർനാഷണൽ കോടതിയിൽ പോകണമെങ്കിൽ പോവാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എതിരായിട്ടൊരു വിധി വന്നിട്ടുണ്ട്. അതിനെ ഞാൻ ചലഞ്ച് ചെയ്യാൻ പോവുകയാണ് പാരീസില് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് എനിക്ക് തന്നിരിക്കുന്നതാണ്. കാരണം അതിന് പ്രത്യേകത എന്താണെന്നറിയാമോ, സ്വിറ്റ്സർലൻഡും ഇന്ത്യയും തമ്മിൽ ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡും ഇന്ത്യയും തമ്മിൽ. അതുകൊണ്ടാണ് അത് ഫോറിൻ ഡിപ്പാർട്ട്മെന്റിന് കക്ഷി ചേർത്തേക്കുന്നത്. സ്വിറ്റ്സർലൻഡും ഇന്ത്യയും തമ്മിൽ ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷൻ എഗ്രിമെന്റ് ആണ്. ബൈലാറ്ററൽ രണ്ട് രാജ്യങ്ങളും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എഗ്രിമെന്റ് അനുസരിച്ച് ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത കാശുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിന് സമാധാനം പറയണം. ഈ എഗ്രിമെന്റ് അനുസരിച്ച് ആ എഗ്രിമെന്റ് അനുസരിച്ച് ഞാനിവിടെ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ. അതവര് കഴിഞ്ഞ ദിവസം തള്ളി. എന്റെ വാദം കേൾക്കാതെ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. അപ്പൊ അതിനെനിക്ക് പാരീസിലല്ലാതെ വേറെ അപ്പീൽ കോടതിയില്ല. അത് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷൻ എഗ്രിമെന്റ് അനുസരിച്ച് പാരീസിൽ തന്നെ പോകണം. സാർ അങ്ങനെ കേസ് തള്ളുമ്പോഴേ എക്സ്പാർട്ടി വിധിയാണ്. അതോ ഒരു മോശമായ രീതിയിലുള്ള എഴുത്താണ്. ഈ കേസ് നിൽക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണ സഹിതം ഒരു വിശേഷവും എനിക്ക് കിട്ടിയിട്ടില്ല. അതിന് നമ്മൾക്ക് അപ്പീൽ പോകാൻ മാത്രമേ ഉള്ളൂ. പാരീസിൽ പോകാം. അതിന്റെ ഫൈനൽ അതോറിറ്റി പാരീസാണ്. അത് ഇന്റർനാഷണൽ കോർട്ട് പാരീസിൽ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇന്റർനാഷണൽ കോടതി പോകണമെങ്കിൽ പോവാം. പക്ഷെ പാരീസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിജയം കിട്ടുമെന്ന് എനിക്കറിയാം. കാരണം ട്രീറ്റിയുടെ കണ്ടീഷൻ അനുസരിച്ച് ഇന്ത്യ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന അവസരത്തിൽ അതിന് പവർ കൊടുക്കണമെന്നുള്ളൊരു കണ്ടീഷനുണ്ട്. കാരണം ഇൻഡസ്ട്രി തുടങ്ങുന്ന അവസരത്തിൽ ഇൻഡസ്ട്രി ലൈസൻസ് മാത്രം പോരല്ലോ, പവറും കൂടി വേണം. പവർ കട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് എനിക്ക് തന്നിരിക്കുന്ന കേരള ഗവൺമെന്റ് തന്നിരിക്കുന്ന ലെറ്റർ അനുസരിച്ച് even if there is a power cut, we will provide power എന്നാണ്. പവർ കട്ട് വന്നാൽ പോലും ഞങ്ങൾ പവർ തന്നുകൊള്ളാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് അത് പാലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോറിൻ അഫയേഴ്സിൽ കൊടുത്തേക്കുന്നത് പെറ്റീഷൻ. അത് അവർ ആ രീതിയിൽ വാല്യുവേഷൻ ചെയ്തിട്ടില്ല. വെറുതെ ഇങ്ങനെ ഒരു ലേഡി ഇരുന്ന് എഴുതിയിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുകൊണ്ട് എഴുതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ, നമ്മളുടെ ഇപ്പോ ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കോടതികളും ഈ നമ്മുടെ വിദേശത്തുള്ള കോടതികളും തമ്മിലെ ഈ കേസ് നടത്തിപ്പിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? അത് കേസ് നടത്തിപ്പിന്റെ കാര്യത്തിൽ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ മറ്റൊന്ന്, അവിടെയുള്ള ജഡ്ജിമാരെ, വിദേശത്തുള്ള ജഡ്ജിമാരെ, പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡിലുള്ള ജഡ്ജിമാരെ കേസ് പഠിച്ചിട്ടേ വരത്തുള്ളൂ. പക്ഷേ ഇവിടെ കേസ് വരുന്നത് പോലെ 100,000 കേസുകളൊന്നും വരത്തില്ല. ഡിസ്പോസ് ചെയ്യാവുന്ന കേസുകൾ മാത്രമേ അവർ വരത്തുള്ളൂ. വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കേസിൽ വൈകുന്നേരത്തിന് മുൻപായിട്ട് അത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യും. അവരത് പഠിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്.
പഠിച്ചിട്ടേ വരത്തുള്ളൂ. ഇവിടെ ജഡ്ജിമാർക്ക് പഠിക്കാൻ സമയം അല്ല, കിട്ടത്തില്ല. അവർക്ക് ഒരുപാട് കേസുകൾ വരുന്ന വരികയാണ്. ഒരുപാട് കേസുകൾ പോസ്റ്റ് ചെയ്ത് വരികയാണ്. അപ്പൊ ഇങ്ങനെ അതനുസരിച്ചുള്ള സമയം കിട്ടുന്നില്ല. സമയം കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള വ്യതിയാനങ്ങളുണ്ട് ഒരുപാട്. പക്ഷെ ഇവിടെ സമയം കിട്ടുന്നില്ല. കണ്ടമാനം കേസുകളുണ്ട്. പോപ്പുലേഷൻ ഇന്ത്യയിൽ കൂടുതലാണല്ലോ. പോപ്പുലേഷൻ കുറവുള്ള രാജ്യമായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ പോപ്പുലേഷൻ കൂടുതലുള്ളതുകൊണ്ട് കേസിന്റെ വോളിയം കൂടി വരികയാണ്. ഈ വിദേശത്തുള്ളവർക്ക് അറിയാമോ സാർ ഒരു മലയാളിയാണ്, ഈ അഡ്വക്കേറ്റ് ഒരു മലയാളിയാണെന്ന് അറിയാം. പിന്നെ എല്ലാവർക്കും അറിയാം, മറ്റു ഭാഷക്കാർക്കൊക്കെ അറിയാം. മലയാളിയാണെന്ന് അറിയുകയും ചെയ്യാം. എവിടെ വെച്ച് കഴിഞ്ഞാൽ എന്നെ റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യും. ഇനി വേറൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഒരു അഡ്വക്കേറ്റ് തൻ്റെ അടുത്ത് വരുന്നൊരു കക്ഷി, ആ കക്ഷിയോട് ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ എങ്ങനെയായിരിക്കണം ആ അഡ്വക്കേറ്റിൻ്റെതായ ഒരു സമീപനം, ആ കക്ഷി ആ അഡ്വക്കേറ്റിനോട് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു സമീപനം സാറിന്റെ ജീവിതാനുഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റുമോ? എനിക്ക് നമ്മുടെ ആശയത്തിന് വിരുദ്ധമായിട്ടുള്ള ചോദ്യങ്ങൾ വരാറില്ല. നമ്മളൊരു കേസുമായിട്ട് സമീപിക്കുന്ന അവസരത്തിൽ നമ്മുടെ കക്ഷികൾ പറയുന്നത് ഈ കേസ് നടത്തണമെന്നേ പറയാറുള്ളൂ. ആ കേസിന്റെ കോംപ്ലിക്കേഷനെ പറ്റി അവിടെ ഒന്നും ചോദിക്കുന്നില്ല. അപ്പൊ അതനുസരിച്ച് നമ്മളാണ് അതിന്റെ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കേണ്ടത്. വക്കീലാണ്. വക്കീൽ എന്ന നിലയിൽ വക്കീലിന്റെ ജ്ഞാനം നോക്കിക്കൊണ്ട് അത് നോക്കണം. അല്ലെങ്കിൽ റെഫർ ചെയ്യാൻ അനേക ബുക്കുകളുണ്ടല്ലോ. ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാം. ഒരുപാട് ബുക്കുകളുണ്ട്. എനിക്കിവിടെ കണ്ടമാനം ബുക്കുകൾ ഇരിപ്പുണ്ടല്ലോ. പുസ്തകങ്ങളെല്ലാവരും നോക്കണം. പുസ്തകങ്ങൾ എൻ്റെ അളമായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും. ഞാനിനി ഒരു കുസൃതി ചോദ്യം ചോദിക്കും സാറിന്റെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് ശിഷ്യഗണത്തിന്റെ പടാണെന്ന് പറയാം? നന്നായിട്ട് കേസ് നടത്തുന്ന ശിഷ്യന്മാരോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് ലേഡി ആയാലും ശരി, ആണായാലും ശരി, ആരായാലും ശരി. കേസ് നടത്തിയില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. സാറിന്റെ ആ നിയമബോധത്തിനനുസരിച്ച് അവരത് മനസ്സിലാക്കി ചെയ്യണം. ഞാൻ ബോധമംഗലത്ത് കേസ് നടത്താൻ പോയാലും മൂവാറ്റുപുഴ പോയാലും അതിന്റെ ഞാൻ എഴുതി വെച്ചേക്കുന്നതിന്റെ അനുസരിച്ചാണല്ലോ പോക്ക്. ഒരു കേസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്ന രീതിയിൽ അത് പറയണം. അതിൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അത് എഴുതി പഠിക്കാൻ പറയും. ഇപ്പൊ അങ്ങനെ പലപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇപ്പൊ സാറിനോട് ഞാൻ ഈ ചോദിച്ച ചോദ്യം നമ്മുടെ ഷോ കാണുമ്പോ ഇപ്പം നമ്മുടെ സാറിന്റെ ശിഷ്യഗണങ്ങളിൽ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചപ്പോ എന്റെ പേര് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതൊന്നും പറയണ്ട. അതൊന്നുമല്ല. കാരണം കേസുകൾ നടത്തുന്ന അവസരത്തിൽ അവർ ശരിക്കും പഠിക്കണം. ഞാൻ പലരെയും വഴക്ക് പറയാറുണ്ട്. സിന്ധുവിനെയൊക്കെ ഞാൻ ഒരുപാട് കാരണം അവർ പഠിക്കണം. പഠിച്ച് വൈകുന്നേരം ആഹാരം കഴിച്ചിട്ട് ഉറങ്ങിയാൽ പോരാ. ഒരു 2 മണിക്കൂറെങ്കിലും ആ പഠനത്തില് ശ്രദ്ധിക്കണം. അല്ലാതെ ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. അവർക്ക് നല്ല വക്കീലായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാനൊന്നും പഠിക്കാത്തതുകൊണ്ടല്ല ഞാൻ വന്നത്. ഈ TV പ്രഭാകരന്റെ അടുത്ത് പ്രാക്ടീസ് തുടങ്ങിയ അവസരത്തില് 10 പൈസ തരത്തില്ല. കാപ്പി കാശ് 10 പൈസ തരത്തില്ല. മരിച്ചുപോയി. അത് നല്ല മനുഷ്യനായിരുന്നു. എനിക്ക് വലിയ അപ്രീസിയേഷൻ ഉള്ള ഒരാളായി TV പ്രഭാകരൻ. അഡ്വക്കേറ്റ് TV പ്രഭാകരൻ. അത് ക്രിമിനൽ ലോയർ ആയിരുന്നു. മർഡർ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയുമായിരുന്നു, വക്കീൽ അതായത് TV പ്രഭാകരൻ എത്താൻ സമയം കിട്ടിയില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് സാക്ഷികളെ ക്രോസ് ചെയ്തതാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് പല കാലത്ത്. അപ്പൊ സാറ് ഈ സാറിന്റെ ഗുരുനാഥന്മാരായിട്ടുള്ള സീനിയർ അഡ്വക്കേറ്റുമാരെ ആ കാലഘട്ടത്തിൽ സാറിന് വേണ്ട നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും തന്നുകൊണ്ടിരിക്കും. കാരണം ഒരിക്കലും പ്രോത്സാഹനം തരാതെ ഇരുന്നിട്ടില്ല. കാരണം ഒരു വക്കീലില്ല, അല്ലെങ്കിൽ കേസ് സാക്ഷി വന്നിട്ടുണ്ട് വിസ്തരിച്ചോളാൻ പറഞ്ഞാൽ നമ്മൾ ഫയൽ പഠിച്ചിട്ടല്ലേ പോകുന്നത്. ഞാൻ ഫയൽ പഠിച്ചതിന് ശേഷം പോകുന്നുള്ളൂ. കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇന്നത്തെ ഏത് കേസുകളൊക്കെയാണെന്ന് നോക്കി
നോക്കിയതിന് ശേഷം ആ കേസ് പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ സാക്ഷി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കേസിന്റെ രത്നം ചുരുക്കം അറിയാം. പിന്നെ നമ്മളങ്ങോട്ട് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യും, ചീഫ് എടുക്കട്ടാണെങ്കിൽ ചീഫ് എടുക്കും. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി സാറിനോട് ഞാൻ മറ്റൊരു കാര്യം, നമ്മുടെ കേരളത്തിലുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഒരു പോലീസ് എടുക്കുന്ന ഒരു കേസ്, അല്ലെങ്കിൽ പോലീസ് കൊടുക്കുന്ന ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പോലീസ് കൊടുത്തു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് സത്യസന്ധമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാതെ കണ്ടാണ് പലപ്പോഴും ഒരു ഓർഡർ ഇടുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ആ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ഈ പിന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആള് നിരപരാധിയാണെങ്കിൽ അത് അദ്ദേഹത്തിനെതിരെ ഒരു മനഃപൂർവ്വം ഒരു തേജോധം തന്നെയല്ലേ ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയിട്ട് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. തേജോധമായിരുന്നില്ല. അവരുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് കിട്ടുമ്പോൾ അവരൊരു നീതിക്ക് വേണ്ടി ഒരു പഠനം നടത്തണം. ഇത് ശരിയാണോ, അല്ലെങ്കിൽ സാക്ഷികളെ വിളിച്ച് ശരിയാണോ എന്നൊക്കെ അന്വേഷിക്കണം. അങ്ങനെ ഒരു FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇവിടെ എന്താണെന്നറിയാമോ, കേരളത്തിന്റെ സ്വഭാവം അനുസരിച്ച് എന്തെങ്കിലും കൈമുടക്ക് കൊടുക്കും. അപ്പോഴേ കൈമുടക്ക് കൊടുക്കുന്ന അവസരത്തില് സൈഡ് മാറുന്നു. പോലീസ് ഓഫീസേഴ്സ് എന്തെങ്കിലും കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുറ്റം പറയണതല്ല, സംഭവിക്കുന്ന ചരിത്രങ്ങളാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ പോലീസ് ഓഫീസേഴ്സ് കറക്റ്റ് ആണെങ്കിൽ ഇതൊന്നും നടക്കുന്നില്ല. ശരിയായ രീതിയിലുള്ള പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റിപ്പോവോ? അവരന്വേഷിക്കണം, പ്രതിയെ കണ്ടുപിടിക്കും. നല്ല ഓഫീസേഴ്സ്മാരാണെങ്കിൽ പ്രതിയെ കണ്ടുപിടിക്കും. ഈ സാറിന്റെ മുമ്പിൽ ഇപ്പൊ വരുന്ന ഒരു പ്രതി ആയാലും വാദിയായാലും ആരായാലും സാർ അത് എല്ലാം അതിൻ്റെതായ രീതിയിൽ നോക്കിയിട്ടല്ലേ സാർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ആണെങ്കിൽ വെള്ളത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് പൊളിച്ചെഴുതണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ വേണമെങ്കിൽ പോകണം. നമ്മുടെ നിയമം എന്തെങ്കിലും നമ്മുടെ നിയമത്തിൽ ഭേദഗതി വരുത്തണം, അല്ലെങ്കിൽ ഇത്രയും കാലത്തെ അനുഭവത്തിൽ എന്തെങ്കിലും ഒരു ഭേദഗതി വരുത്തണമെന്നുള്ള ഒരു തോന്നൽ സാറിനുണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതായത് ഇവിടെ എന്താ കുഴപ്പം പറ്റാന്നറിയാമോ, കക്ഷികള് വളച്ച് തിരിച്ചും ഓടിച്ചും ഒക്കെ പറയും. പക്ഷെ ശരിയായ വസ്തുത എന്താണെന്ന് കണ്ടുപിടിക്കാൻ ആരും ശ്രമിക്കാറില്ല. പക്ഷെ കക്ഷികൾ നുണ പറഞ്ഞു കഴിഞ്ഞാൽ നുണയ്ക്ക് എതിരായിട്ട് നമുക്ക് യാതൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു പ്രത്യേക ഒരു നിയമം കണ്ടുപിടിച്ചിരിക്കുകയാണ്, പെർജുറി പെറ്റീഷൻ എന്നുള്ളത്. ഞാനാണ് ഇവിടെ കൂടുതലും പെർജുറി പെറ്റീഷൻ. അതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കണമെന്നുള്ളതാണ്. അത് സാർ നുണ പറഞ്ഞു കഴിഞ്ഞാൽ നുണ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ കക്ഷികളെ ശിക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിനാണ് ഈ പെർജുറി എന്ന് പറയുന്നത്. ഈ നുണ പരിശോധനയല്ലത്. പെർജുറി പെറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കീലന്മാർക്ക് അവകാശപ്പെട്ട ഒരു നിയമമാണത്. അത് ശരി. അത് ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേരളത്തില്. അത് ശരി. പെർജുറി പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന ആരാണെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ വേണ്ടി ഏതറ്റം വരെ. പക്ഷെ അത് എങ്ങനെ തെളിയിക്കാൻ പറ്റും? തെളിയിക്കാൻ പറ്റും, കാരണം റിപ്പോർട്ടുകൾ ഉണ്ടാവുമല്ലോ. അല്ല സാർ, ഞാൻ ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ ആ നുണ ശരിയല്ല എന്ന്, അത് നുണയാണ് എന്ന് തെളിയിക്കത്തക്ക രീതിയിൽ നമുക്ക് എവിടെയെങ്കിലും റിപ്പോർട്ടൊക്കെ. അല്ല സാർ, ഒരു നിയമമുണ്ടല്ലോ ഈ നുണ പരിശോധന എന്ന് പറയുന്നത്. നുണ പരിശോധന ഇവിടെ കാര്യമായിട്ടൊന്നും നടത്തുന്നില്ല അല്ലേ? അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ അല്ലേ? നിയമമുണ്ട്. അപ്പൊ ആ നുണ പരിശോധനയിൽ നമ്മൾ അതിനെ വിധേയപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് സത്യമാണോ അല്ലെങ്കിൽ കള്ളമാണോ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ ഇവരെ എഴുതുന്ന സത്യവാങ്മൂലത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഏകദേശം സാർ എത്ര ഈ പെർജുറി പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്? 15 എണ്ണം 10 ഫയൽ ചെയ്തിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിൽ തന്നെ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് സാറിന് എന്തെങ്കിലും അത് അവർ മാറ്റി എഴുതണം. അത് മാറ്റി എഴുതും, അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള സ്കോപ്പുകളുണ്ട്. പിന്നെ പെർജുറി പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവര് ഒരു കള്ളത്തരവും പറയത്തില്ല. ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് അത് ഈ എന്ത് കള്ളത്തരവും കോടതിയുടെ മുമ്പിൽ പറയാമെന്നാണ് ഇവിടെ ഉള്ളവർ ധരിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് അവർക്ക് നിശ്ചയമില്ല.
പക്ഷെ അപ്പം മിക്കവാറും വക്കീലന്മാർ ആ സബ്ജക്റ്റ് ഡീപ്പായിട്ട് പഠിച്ചിട്ടുമില്ല. ഇത് സാറാണ് ഇത് ഈ സംഗതി ഞാനാണത് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് ഈ വിദേശത്ത് അത് കൂടുതലും ഉപയോഗിക്കുന്നുണ്ട്. കോടതിയുടെ മുമ്പിൽ സത്യം പറഞ്ഞില്ലെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഇനിയിപ്പോ സാറിന്റെ ഈ ഇത്രയും കാലത്തെ ജീവിതയാത്രയിൽ ഈ നിയമ പോരാട്ടവുമായി ബന്ധപ്പെട്ട് നീതിയുടെ വഴിയെ സാറ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒറ്റയാൾ പോരാട്ടം എന്നൊക്കെ തന്നെ പറയാം. സാറിങ്ങനെ സ്വന്തമായിട്ടൊക്കെ ഇങ്ങനെ നീതിക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിലും അല്ലാതെയും സാർ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഈ പ്രജറി പെറ്റീഷനെ കുറിച്ച് വേണ്ടത്ര ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അതിനുവേണ്ടിയുള്ള പരിശ്രമം കൂടി സാറിനി തുടർന്ന് നടത്തും. കാരണം കോടതിയിൽ വന്നു കഴിഞ്ഞാൽ സത്യമേ പറയാവൂ, സത്യമേവ ജയതേ എന്നുള്ള മുദ്രാവാക്യമായിരിക്കണം കോടതി. അപ്പൊ മാന്യ പ്രേക്ഷകരെ, ഇനിയിപ്പോൾ അടുത്ത സാറുമായിട്ടുള്ള കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ, വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ